ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുമായിരുന്നേ, ദൃശ്യത്തിൽ ഞങ്ങളെല്ലാം കാണുന്ന ഒരു അനുമോളായിട്ടാണ്. ഇപ്പൊ ശരിക്കും മലയാളി പ്രേക്ഷകരുടെ മൊത്തം മനസ്സിലും മോളാ. അപ്പം മോക്ക് ശരിക്കും ആ ഒരു മോളെന്ന് പറയുമ്പോൾ നമുക്കൊരു പാമ്പറിങ് കൺസേൺ ഒക്കെ ഇല്ലേ നമ്മുടെ വീട്ടിലെ കൊച്ചെന്നുള്ള ആ ഒരു കൺസേൺ ഭയങ്കര ഇഷ്ടമാണോ, അത് അതിൽ നിന്നും മാറണമെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആവുന്ന ഒരാളാണ്. അങ്ങനെ സിനിമയുടെ ഒരു ലോകത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ വേണ്ട പാമ്പറിങ് ഉണ്ട്. ബട്ട് അതല്ലാതെ ആൾക്കാരുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും ഈവെന്റിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലർ വന്ന് ആ പാമ്പറിങ് സ്റ്റൈലിൽ സംസാരിക്കും. എനിക്കിഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നാലേ ഉള്ളൂ. ബട്ട് ഐ എം എൻജോയ് കംഫർട്ട്. ഇപ്പൊ ശരിക്കും യു ആർ ബ്ലെസ്ഡ്. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ തേർഡ് ടൈം അഭിനയിക്കാൻ പോവാ അല്ലേ? ആക്ച്വലി ഫോർത്ത് ടൈം. ദൃശ്യം തന്നെ 1, 2, 3 ലാലങ്കളുടെ കാര്യമായിരിക്കില്ലേ പറയുന്നത്. പിന്നെ എന്റെ ഫസ്റ്റ് ഫിലിം ലാലങ്കളുടെ കൂടെ ഒരു നാൾ വരും എന്ന് പറഞ്ഞ ഫിലിമിൽ അങ്കിളുടെ മോളായിട്ടായിരുന്നു 4 പ്രാവശ്യം. അപ്പൊ ദാറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെയായിരുന്നു? ഹൗ യു എൻജോയ്ഡ് ദാറ്റ്? ആബ്സല്യൂട്ട്ലി. അത് എനിക്ക് എന്താ പറയാ, ഞാനൊക്കെ ഭയങ്കര ലാലേട്ടൻ ഫാൻ ആയിരുന്നു ചെറുപ്പം മുതൽ. അപ്പൊ എന്റെ ഫാമിലിക്കൊന്നും സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാ. അപ്പൊ നമ്മളിങ്ങനെ ഈ സിൽവർ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്കിളുടെ കൂടെ മോളായിട്ട് ഈ പറഞ്ഞ പോലെ 4 പ്രാവശ്യം അഭിനയിക്കുക ഓരോ ഏജിൽ. ഞാൻ ആദ്യം 3ാം ക്ലാസ്സിൽ 8-7 വയസ്സുള്ള സമയത്താണ്. ഇപ്പം എനിക്ക് 25 വയസ്സായി. സോ ഇത്രയും ലോങ് ഒരു ജേർണിയിൽ പല പ്രാവശ്യം അങ്കിളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആക്ച്വലി ചോദിക്കുന്നത് തെറ്റാന്നറിയാം. ആക്ട്രസ് ആയിരുന്നു, അതെല്ലാം എന്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കറിയാം. പക്ഷെ ചെയ്യുന്നതും തെറ്റാന്നറിയാം. പക്ഷെ ചോദിക്കാനുള്ള ആകാംക്ഷ, മനസ്സിലായില്ലേ? ദൃശ്യത്തിനെ കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞു തരുമോ? അല്ല, ഞങ്ങളുടെയൊക്കെ മലയാളി പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ ഉണ്ട്. എന്നാലും അദ്ദേഹം അറസ്റ്റ് ചെയ്യോ, പിടിക്കപ്പെടുവോ? എന്നാലും തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് മിസ്സാവത്തില്ല. ഇല്ല, പക്ഷെ എന്നാലും ഒരു അതിനകത്ത് ഒരാളെ കിട്ടുമ്പോ കണ്ടോ. അപ്പൊ എന്റെ പ്രേക്ഷകരോട് അങ്ങനെ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രേക്ഷകർ കണ്ടാലല്ലേ പടം ഹിറ്റാവത്തുള്ളൂ. ഒരു ചെറിയ ക്ലൂ ഒക്കെ ഇട്ടു പോകും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല മോള പക്ക ബിസിനസ്. ആലോചിക്കേ, ഒരക്ഷരം പോലും പറയാലോ, നമ്മളെ അങ്ങോട്ട് വിട്ടു പോയി കണ്ടാ മതി എന്നുള്ള വാശിയാ അല്ലേ? അത് ജിത്തു അങ്കിള് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ വേണം റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ചോദിക്കും, നമ്മൾ അതിനകത്തൊന്നും വീഴരുത്. അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ, ഇടയ്ക്കൊന്ന് ചോദിച്ചേക്കാം. അത് ചോദിക്കും കേട്ടോ, ഉറപ്പാ. പിന്നെ ഈ പറഞ്ഞ പോലെ മോനെ ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, ഇനിയിപ്പോ ഇതിന്റെ ഒരു ആർട്ടിസ്റ്റ് ആക്ട്രസ് ആയി മാറുക. അപ്പം ഈ ക്യാരക്ടർ ചേഞ്ച്, അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മോളായിട്ട് അറിയുമ്പോൾ സോ ഇന്നസെന്റ്, നമ്മൾ പെട്ടെന്ന് അത്രയും ഡെപ്ത് ആയിട്ട് ആലോചിക്കുന്നു അങ്ങൊന്നുമില്ല. അപ്പൊ വാട്ട് ദ ഡിഫറൻസ്, വാട്ട് യു ഫീൽ? സോ അഗൈൻ, ഞാൻ തുടങ്ങിയ സമയത്ത് വിചാരിക്കുന്നില്ലല്ലോ ഇത്രയും ലോങ്ങർ ഒരു ജേർണി ആയിരിക്കുന്നു. ഒരു സിനിമ കിട്ടി, അത് അഭിനയിച്ചു, അത് കഴിഞ്ഞ് പിന്നെ സിനിമകൾ വന്നു. പിന്നെ പോകെ ഈ പറഞ്ഞ പോലെ 8 വയസ്സിൽ നിന്ന് ഇപ്പോൾ 25 വയസ്സായി. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓക്കെ ഇത്രയും നാൾ നമ്മൾ സിനിമയിൽ ഉണ്ടായി എന്ന് അറിയുന്നത്. അപ്പം ആ ഒരു ജേർണി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, നമ്മളുടെ ഏജ് വൈസുള്ള മെച്യൂരിറ്റി, ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ മാറി എന്നുള്ളത്. സോ ഫാർ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ഗുഡ് ബാഡ് എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പഠിക്കാൻ പറ്റി. ഞാനിങ്ങനെ ചിലപ്പോൾ ആയിരിക്കും സ്കൂളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിൽ നിന്നും സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായ ജീവിതത്തിൽ നിന്നും പഠിക്കാൻ പറ്റി. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആ ഒരു എക്സ്പീരിയൻസിന്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അറിയപ്പെടാനും വളരെ ഇഷ്ടമാണ്. ഞാൻ പഠിച്ച ആ ഒരു ഫീൽഡിലും അറിയപ്പെടാൻ ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര എൻറിച്ചിങ് ആയിരുന്നു. ഒത്തിരി നല്ല എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ പോലെ ലാലങ്കളിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെയുള്ള ഒരു ലേണിംഗ് കർവ് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചു നോക്കുമ്പോൾ അല്ല, ശരിക്കും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരു നായികയായി മാറുമല്ലേ? അപ്പം എനി ഹോംവർക്സ് യു ഡിഡ്? നോട്ട് റിയലി. ഇപ്പം എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഞാൻ ശരിയാണ് നായികയായിട്ട് ഷിഫ്റ്റായി. അതെ, കാരണം ഞാൻ ഹീറോയിനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത് തെലുങ്കില ഫസ്റ്റ്. മലയാളത്തിൽ ഇപ്പോഴും അങ്ങനെ നായിക കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല, ക്യാരക്ടർ റോൾസിലോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നായികയായിട്ട് ചെയ്യുമ്പം അതേപോലെ അന്നും അവരും ചോദിക്കുമായിരുന്നു എന്താണ് പ്രിപ്പറേഷൻ ചെയ്തത്. നമ്മൾ സത്യമായിട്ടറിയില്ല, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണല്ലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി, ആളുകൾക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഹീറോയിനായിട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ കുറച്ചുകൂടെ അധികം പോർഷൻസ് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം എനിക്കറിയില്ല, ഡിലൂഷണൽ ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഒന്നിനെ പറ്റി അങ്ങനെ വലിയ ചിന്തിക്കാറില്ല. പോവാ, നമ്മൾ ആ മൂഡിൽ ചെയ്യുക, ആ മൊമെന്റ് എന്ത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുക. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആ പ്രോസസ്സ് ഇപ്പം ഈ പറഞ്ഞ പോലെ കഥകൾ വായിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പം എന്താണോ തോന്നുന്നത് ഈ ഒരു ജനറേഷനിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം 5 വർഷം മുന്നേ ചിന്തിച്ച പോലെ ആയിരിക്കില്ല ഇപ്പം ചിന്തിക്കുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാറുണ്ട്.
cook with love.